നമസ്കാരം. ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ എന്ന ശ്ലോകത്തിൻ്റെ സർവാംഗസുന്ദരം ഭാഷ്യഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യം എത്ര, ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ സമയദൈർഘ്യം എത്ര, രാത്രിയുടെ എത്രാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങി ഭാഷ്യത്തിലുള്ള 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർ ചർച്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നടത്തുന്നത്. നമുക്ക് നേരെ ഭാഷ്യത്തിലേക്ക് പോകാം. രാത്രിയുടെ 14-ാമത്തെ മുഹൂർത്തമായ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. ആരാണ് എഴുന്നേൽക്കേണ്ടത് എന്ന കാര്യമാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ഭാഷ്യത്തിലെ വാക്യം നോക്കൂ. സ്വസ്ഥോ നീരോഗഃ കല്യഃ സഹ ആയുഷഃ യഥാ ഉപചരിതസ്യ ജീവിതസ്യ രക്ഷാർത്ഥം ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് അഭ്യുത്ഥാനം കുര്യാത്. ഭാഷ്യത്തിൽ എന്താണ് പറയുന്നത്? സ്വസ്ഥഃ അഥവാ നീരോഗഃ കല്യഃ. കല്യഃ എന്ന് പറഞ്ഞാൽ സജ്ജഃ എന്നാണ് അർത്ഥം. സ്വസ്ഥനാണ് ഇത് ചെയ്യുവാൻ സജ്ജനായവൻ എന്ന് വെച്ചാൽ സ്വസ്ഥനാണ് ഇത് ചെയ്യേണ്ടത് എന്നർത്ഥം. സ്വസ്ഥനാണ് ഇത് ചെയ്യേണ്ടത്, സ്വസ്ഥനാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. സ്വസ്ഥൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇക്കാര്യമാണ് ഭാഷ്യത്തിലെ അടുത്ത ചർച്ച. എന്താണ് ഭാഷ്യത്തിൽ പറയുന്നത്? സഹ ആയുഷഃ യഥാ ഉപചരിതസ്യ ജീവിതസ്യ രക്ഷാർത്ഥം ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് അഭ്യുത്ഥാനം കുര്യാത്. സ്വസ്ഥൻ ശരിയായി പരിപാലിക്കപ്പെട്ട തൻ്റെ ആയുസ്സിനെ സംരക്ഷിക്കുവാൻ അഥവാ തൻ്റെ ജീവിതത്തിനെ സംരക്ഷിക്കുവാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. യഥാ ഉപചരിതസ്യ ജീവിതസ്യ രക്ഷാർത്ഥം. ഈ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായി പരിപാലിക്കപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്വസ്ഥൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം എന്നതിൻ്റെ ഉത്തരമാണ് ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാഷ്യകാരൻ്റെ ഇവിടുത്തെ ചർച്ചകളും വിശദീകരണങ്ങളും വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. ഓർക്കണം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭാഷ്യത്തിലെ ഭാഗങ്ങളല്ല കേട്ടോ. അതായത് ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് എന്ന് പറഞ്ഞിട്ട് സ്വസ്ഥൻ മാത്രമാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കേണ്ടത് എന്ന് എടുത്തു പറയുവാനുള്ള കാരണം എന്താണ് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഈ സമയത്ത് എഴുന്നേൽക്കണം എന്ന ധ്വനിയാണ് വരിക. അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് വേർതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് സ്വസ്ഥഃ എന്ന പദം ആചാര്യൻ അവിടെ ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. വാഗ്ഭടൻ്റെ ഉദ്ദേശം തന്നെ ഇതൊരു യൂണിവേഴ്സൽ റൂൾ അല്ല, മറിച്ച് ഇതൊരു ക്വാളിഫൈഡ് റൂളാണ്. സ്വസ്ഥന് മാത്രം ബാധകമായ ഒരു ക്വാളിഫൈഡ് റൂളാണ് എന്ന് ബോധിപ്പിക്കലാണ് വാഗ്ഭടൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ സ്വസ്ഥനായവൻ മാത്രം എഴുന്നേൽക്കണം എന്ന് പറയുന്നിടത്ത് അവിടെ പറയാതെ പറഞ്ഞു വെക്കുന്ന മറ്റൊരർത്ഥം കൂടി നാം വായിച്ചെടുക്കണം. ഇവിടെ നമ്മൾ സ്വസ്ഥവൃത്തം, ആതുരവൃത്തം എന്ന 2 വിഭാഗത്തെ കൂടി ഈ സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് സ്വസ്ഥനോട് പറയുന്നത് എന്താണ്? ദിനചര്യ പാലിക്കണം, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഇനി സ്വസ്ഥനോട് പറഞ്ഞപ്പോൾ
ആതുരനോട് പറയാതെ പറഞ്ഞതെന്താണ്? ദിനചര്യ പാലിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് വിശ്രമം പാലിക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കേണ്ട, മറിച്ച് ഉറങ്ങണം, ഉറങ്ങിക്കോളൂ. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു മിസ് അപ്ലിക്കേഷൻ ഒഴിവാക്കുകയാണ് ആചാര്യൻ്റെ ഉദ്ദേശം. സ്വസ്ഥന് പ്രിവെൻറ്റീവ് അപ്രോച്ചിൻ്റെ ആപ്ലിക്കേഷനാണ് വേണ്ടത്. രോഗിക്ക് ക്യുറേറ്റീവ് അപ്രോച്ചിൻ്റെ ആപ്ലിക്കേഷനാണ് ആവശ്യം. ഇത് ഭാഷ്യത്തിലെ ചർച്ചയല്ല. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു വേണം സ്വസ്ഥനെ ഹൈലൈറ്റ് ചെയ്ത ഭാഷ്യഭാഗം വായിക്കുവാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഭാഷ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അടുത്ത ചർച്ച ബ്രാഹ്മമുഹൂർത്തത്തിന് ബ്രാഹ്മമുഹൂർത്തം എന്ന പേര് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. നോക്കൂ, ഭാഷ്യത്തിലേക്ക് നോക്കൂ. എന്താണ് ഭാഷ്യവാക്യം? ബ്രഹ്മജ്ഞാനം തദർത്ഥം അധ്യയനാത് അപി ബ്രഹ്മ തസ്യ യോഗ്യഃ മുഹൂർത്തഃ ബ്രാഹ്മഃ പശ്ചിമയാമസ്യ നാഡികാദ്വയം. ബ്രാഹ്മം എന്നാൽ ജ്ഞാനം എന്നർത്ഥം. അത് നേടുവാൻ വേണ്ടി ചെയ്യുന്ന അധ്യയനാദികളെയും ബ്രഹ്മം എന്ന് തന്നെ വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തസ്യ യോഗ്യഃ മുഹൂർത്തഃ ബ്രാഹ്മമുഹൂർത്തഃ, ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യമായ അഥവാ അനുയോജ്യമായ മുഹൂർത്തം ബ്രാഹ്മമുഹൂർത്തമാകുന്നു. രാത്രിയുടെ അവസാന യാമത്തിലെ 2 നാഡികകൾ അഥവാ നാഴികകൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ബ്രാഹ്മമുഹൂർത്തത്തിന് ബ്രാഹ്മമുഹൂർത്തം എന്ന് പേര് വരാനുള്ള കാരണം ജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാലയളവായതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ഭാഷ്യഭാഗം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം. എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.